ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനും എൻ്റെ ഫാമിലി എല്ലാവരും കൂടെ അയർലൻഡിൽ പോണ ഒരു ഡീറ്റെയിൽഡ് വ്ളോഗായിരിക്കും എടുക്കാൻ പോകണം. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. ഇപ്പോൾ ഞാൻ റെഡി ആയിട്ടില്ല. ഡ്രസ്സൊക്കെ വീട്ടിലിടുന്നതും പുറത്ത് പോയതിൻ്റെയൊക്കെയാണ്. ഇതൊക്കെ മാറി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് 12 മണിക്ക് ഇറങ്ങണം. ഇപ്പോൾ തന്നെ ടൈം 9:30 കഴിഞ്ഞു. സോ അതൊക്കെ ഫുൾ ഡ്രസ്സ് ഇട്ടിട്ട് ബാക്കി വീഡിയോ ഞാൻ ഫിലിം ചെയ്യാം. ഓക്കെ, hope you guys like the video. Please subscribe, like if you liked it. So let's get into the video. So guys, ഞാൻ റെഡിയായി, വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി അവിടെ വെച്ച് ബാക്കി വീഡിയോ എടുക്കാം. എല്ലാവരും റെഡിയായി, പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എയർപോർട്ടിൽ വെച്ച് കാണാം. ഇവൻ്റെ കൂട്ടുകാരൻ കാണാൻ വന്നിട്ട് എനിക്ക് കൂട്ടുകാരില്ലാത്തോണ്ട് കാണാൻ. എനിക്ക് കൂട്ടുകാരില്ല. കൊച്ചിനെ ബുള്ളി ചെയ്യുന്നുണ്ട്. എനിക്ക് കൂട്ടുകാരുണ്ടെന്ന് എൻ്റെ കൂട്ടുകാർ കമന്റ് ചെയ്യൂ പ്ലീസ്. എനിക്ക് കൂട്ടുകാരില്ല. 1 like 1 friend for me. 1 like ഗൗരി ചേച്ചിക്ക് 1 ഇഞ്ച് കൂടുന്ന ഹൈറ്റ്. I don't like him. How to kill a person. ഇപ്പോൾ നമ്മളിവിടെ പെട്ടി റാപ്പ് ചെയ്യാണ്. നല്ല വൃത്തിക്കാണ് പെട്ടി റാപ്പ് ചെയ്യുന്നത്. ഇവനെ കാര്യപ്പേര്. ഇനി നിനക്ക് ഇവൻ്റെ കൂടെ തമാശകൾ അടിക്കാൻ പറ്റത്തില്ല. ഇനി അവൻ്റെ കൂടെ റോബ്ലോക്സ് കളിക്കാൻ പറ്റത്തില്ല. ഗൈസ്, ഇവനെ കരയിപ്പിക്കൂ ഗൈസ്. 1 like ഇവൻ കരയും. സിമ്പിളായിട്ട് കരയിപ്പിക്കുന്നതാണ്. ബാക്കിയുള്ള വ്ളോഗ് ഞാനായിരിക്കും ചെയ്യുന്നത്. ഒരു ചേച്ചി പട്ടി അവിടെ കിടക്കുവാണ്. ഒരു ചേച്ചിയുടെ പട്ടി അവിടെ അല്ല, വീട്ടില്. അത് മാത്രമല്ല, ആരും പട്ടീനെ നോക്കാനില്ല. ബോർഡിംഗ് പാസ് കിട്ടി. നമ്മൾ ഇപ്പോൾ എയർപോർട്ടിനകത്താണ്. ലഗേജൊക്കെ മറ്റേ എന്തോ കയറ്റി വിടുന്നു. അത്ര വരെയായി അപ്ഡേറ്റ്. ബോർഡിംഗ് പാസ് കിട്ടി ഗൈസ്. എയർപോർട്ടിൽ ബോർഡിംഗ് പാസ് കിട്ടിയത് വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ പാട്ടൊക്കെ ഇട്ട് വൈബ് ചെയ്യണം. ബോർഡിംഗ് കഴിഞ്ഞ് ഇമിഗ്രേഷൻ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാതിരിക്കുന്ന 4:55 ഫ്ലൈറ്റ്. 4:07 ആയി ഗൈസ്. ഫുഡ് എത്തി ഗൈസ്. ഫുഡ് ഫുഡ് പ്ലെയിൻ വരാറായി. 4:55 പ്ലെയിൻ വരും. ഇപ്പോൾ 4:21 ആയി. ഇൻഫൻസിനുള്ളവരൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മളിവിടെ ഇരിപ്പുണ്ട്, കഴിച്ചുകൊണ്ടിരിക്കും. വെയിറ്റിംഗ് ടു ഗെറ്റ് ഓൺ ദ പ്ലെയിൻ. ഒരു പ്ലെയിൻ കണ്ട ഇത് നമ്മൾ കയറാൻ പോകണം. ഫ്ലൈറ്റിൽ കയറുന്ന റൂട്ട് പ്ലെയിനിൻ്റെ അപ്പുറത്തെ സൈഡ്. 2 സൈഡാണ് പ്ലെയിനുള്ളത്. പ്ലെയിനിൽ കയറാം. മൂവീസ് നോക്കട്ടെ. നമുക്ക് ഇന്ന് ഡിസ്നി കാണാം. എലമെൻ്റൽ ഞാൻ കണ്ടിട്ടില്ല, അത് കാണാം. സിനിമ കാണേണ്ട. How was it? തോരൻ താണ്ട് തൈരും ജാമും അമൂലിൻ്റെ പിന്നെ ബ്രെഡ് എവിടെ എൻ്റെ Dubai. I have no sound to even speak, bro. Hi guys, നമ്മളിപ്പോൾ ദുബായ് എത്തി. എൻ്റെ അമ്മ വിസ എടുത്തിട്ടില്ല, അതുകൊണ്ട് ഇവിടെ
8 മണിക്കൂർ ഇങ്ങനെ കുത്തുവിനെ പിടിച്ചിരിക്കണം. എന്ത് ചെയ്യണമെന്നൊന്നും അറിഞ്ഞൂടെ. ഇവിടെ കണക്ഷൻ ഫ്ലൈറ്റിന് എന്തൊന്നും ഉണ്ടെന്ന് പോലും അറിഞ്ഞൂടെ. നമ്മളിവിടെ ഇരിക്കേണ്ടി വരും. നല്ല രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. എയർപോർട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ലെന്നേ ഉള്ളൂ, അല്ലാതെ ഇരിക്കാനൊക്കെ പറ്റില്ല. ലൈക്ക് തിരുവനന്തപുരം എയർപോർട്ടിനേക്കാളും വൈബുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ വിസ എടുക്കാൻ ഞാൻ ഇവിടെ കിടന്ന് തെണ്ടുന്നു. വിസ എടുക്കുമെന്നൊന്നും അറിഞ്ഞൂടാ. എനിവേസ് ഞാൻ നല്ല ലുക്കായിട്ടുണ്ട്. പിന്നെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് കുഴപ്പമില്ലായിരുന്നു. ലൈക്ക് എനിക്ക് പറക്കാൻ ഹൈറ്റൊക്കെ പേടിയായിരുന്നു, പക്ഷേ കയറിയിട്ട് ഹൈറ്റിൻ്റെ പേടിയൊന്നും വന്നില്ല. ബട്ട് ഫുഡ് ഇതിനേക്കാളും ദാരിദ്ര്യം ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല. അത്ര ലെവലിൽ ദാരിദ്ര്യമായിരുന്നു. ഞാൻ യോഗട്ട് മാത്രം കഴിച്ചിട്ട് ബാക്കിയൊന്നും അതിനൊക്കെ വെച്ച് ഇതൊരു ഇങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാവരും ടയേർഡായി. അതാണ് ഞാൻ റൂം ചോദിച്ചത്. റൂമൊന്നും എടുത്തില്ല. റൂം പുറത്തായിരിക്കും. ഇതിലേക്ക് എമിറേറ്റ്സ് തരുന്ന റൂം അത് പുറത്ത് പോയാലേ കിട്ടുള്ളൂ. നമ്മൾ പുറത്ത് ഇറങ്ങുന്നില്ല. ശരിയാ, ദാറ്റ്സ് ഓൾ. ഇനി ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. എന്നിട്ട് ഗൈസ് ഇവിടെ 2 മണിക്കൂർ കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെയർ കിട്ടി. ഇവിടെ ഒരു വെയിറ്റിംഗ് ഏരിയ കണക്ക് മറ്റേ കിടക്കുന്ന കണക്കത്തെ കസേര, മറ്റേ ബീച്ചിലൊക്കെ കാണുന്ന ടൈപ്പ് ചെയർ ഉണ്ടല്ലോ, ആ ചെയർ ഒന്നൊന്ന് ഇരുത്തുന്നുണ്ട്. നല്ല ഉറക്കം വരുന്നുണ്ട്. എനിക്കിവിടെ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നില്ല. ലൈക്ക് എനിക്ക് കിടന്നുറങ്ങണമെങ്കിൽ ഇച്ചിരി കംഫർട്ടബിളായിട്ട് കിടന്നുറങ്ങണം. അതിനുള്ള ഇത് ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ ഉറങ്ങിയില്ല. കായ്സിന് അനിയന്മാർ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് സുഖമായിട്ട്. അതങ്ങനെ ജലസായിരിക്കും. ഐസ് കണ്ടോ, അവർ കിടന്ന് ഉറങ്ങുന്നു. പിന്നെ കുത്തി ശല്യം ചെയ്യുന്നു. ചേച്ചി ഗൈസ് നമ്മൾ പിന്നെ അടുത്ത പ്ലെയിനിൽ കയറാൻ പോകുന്നത് 8 മണിക്കൂർ ഉറങ്ങി വെറുതെ കളഞ്ഞ്. ഭയങ്കര തണുപ്പായിരുന്നു. വരാണെങ്കിൽ ഒരു ബ്ലാങ്കറ്റ് കൂടെ കൊണ്ടുവന്നു. പ്ലെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എൻ്റെ റിസൾട്ട് 10 മിനിറ്റ് വരും. 10 മിനിറ്റ് പ്ലെയിൻ എടുക്കും. അപ്പം ഇത് എല്ലാവരും റെഡിയായി നിൽക്കുന്ന ഈ പ്ലെയിനിലെ വരെയല്ല. സോ ഗായ്സ്, എൻ്റെ റിസൾട്ട് വന്ന് ഫുൾ A+. 3 വിഷയങ്ങൾക്ക് ഫുൾ. ഗൗതമിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഐ ഈസ് ജെലസ്. 3 വിഷയങ്ങൾക്ക് ഫുള്ള്. ബിസിനസ് സ്റ്റഡീസിന് 1 മാർക്ക് പോയി, ഫ്രഞ്ചിന് 10 മാർക്ക് പോയി, ഇംഗ്ലീഷിന് 8 മാർക്ക് പോയി. ബാക്കിയെല്ലാം ഫുൾ. ഞാൻ ഒന്നും പഠിച്ചില്ല, പ്രാർത്ഥിച്ചിട്ട് എങ്ങാണ്ട് കിട്ടിയതാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം കിട്ടിയതാണ്. സൂപ്പർ. ഇങ്ങനെയുണ്ട് ചപ്പാത്തി മാവ്. ഗൈസ്, നമ്മൾ വീടെത്തി. ബാക്കിയൊന്നും എടുക്കാൻ പറ്റില്ല. ഭയങ്കര തൊഴിൽ പിടിച്ച യാത്രയായിരുന്നു. ഒരു കാറ് പിടിച്ച് വീടെത്തി. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ വീഡിയോ.